ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത് കർക്കിടക ചോറാണ്. പച്ചരിയും ഉഴുന്നും വെച്ച് തയ്യാറാക്കുന്ന ഒരു ചോറാണിത്. നമ്മൾ പലർക്കും അറിയാമായിരിക്കും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ചോറല്ലേ ഇത്. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇതിൻ്റെ പകുതി ഉഴുന്നെടുക്കാം. ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലാതെ മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഉഴുന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അയൺ, പ്രോട്ടീൻ, മിനറൽസ്, ഫൈബർ എല്ലാം ഉഴുന്നിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിലേക്ക് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. അടുത്തത് ഉഴുന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അയണും പ്രോട്ടീൻ, മിനറൽസ്, ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഉഴുന്ന്. ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വെളുത്ത പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാന്താരി ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കർക്കിടക ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള എല്ലാവരും 1 കപ്പ് ഈ റൈസ് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.